പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂൺ മാസം 30 ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ അവസാന ദിനത്തിലേക്ക് തമ്പുരാൻ നമ്മെ എത്തിച്ചു. മാത്രമല്ല, ഈ മാസത്തിൻ്റെ അവസാനത്തെയും 5ാമത്തെയും വിശുദ്ധ ദിനത്തിലേക്കാണ് കർത്താവ് നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ബലപ്പെട്ട ദൈവകൃപ അനുഭവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 31-ാം വാക്യം. നെഹമ്യ ചാപ്റ്റർ 9 വേഴ്സ് 31 നാം ഇപ്രകാരം വായിക്കുന്നു: എങ്കിലും നിന്റെ മഹാകരുണ നിമിത്തം നീ അവരെ നിർമൂലമാക്കിയില്ല, ഉപേക്ഷിച്ച് കളഞ്ഞതുമില്ല. നീ കൃപയും കരുണയുമുള്ള ദൈവമല്ലോ. നെഹമ്യ പ്രവചനത്തിന്റെ ഇതിവൃത്തം നമുക്കേവർക്കും പരിചിതമാണ്. ശൂശൻ രാജധാനിയിൽ അർത്ഥസൃഷ്ട രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്ന നെഹമ്യാവ് തൻ്റെ ജനത്തോട്, ദൈവത്തോട്, ആലയത്തോട്, ദേശത്തോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം നിമിത്തം ഇതാ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ജനത്തോട് ചേർന്ന് യെരുശലേമിൽ എത്തുകയും ഇടിഞ്ഞ് പൊളിഞ്ഞ് തീവച്ച് ചുട്ട് ദഹിച്ചു കിടന്ന പ്രദേശത്തെ പുതുക്കിപ്പണിത് അതിന് മതിൽ പണിയുന്ന, വാതിലുകൾ പണിയുന്ന ഒരു ധന്യമായ ശുശ്രൂഷയിൽ ഏർപ്പെടുന്നു. നാം നെഹമ്യ പ്രവചനം ആദ്യ അധ്യായങ്ങൾ വായിക്കുമ്പോൾ എത്ര വേദനാജനകമായ അവസ്ഥയിൽ കൂടെയാണ് അവർ അതിൻ്റെ മതിൽ പണി ആരംഭിക്കുന്നത്. പെരുമ്പാമ്പ് ഉറവയിൽ കൂടെ കടന്നു വരുന്നു. ഒരു കൈയിൽ പണിയായുധം, ഒരു കൈയിൽ കുന്തം. ഇങ്ങനെയുള്ള അനേക പ്രതികൂലങ്ങളെ അതിജീവിച്ച് അവർ എത്തി. ദൈവിക ആലോചന അനുസരിച്ച് നെഹമ്യാവിൻ്റെയും എസ്രാ ശാസ്ത്രിയുടെയും മുൻപാകെ ജനം തടിച്ചു കൂടുന്നു. അതാണ് 8-ാം അധ്യായവും 9-ാം അധ്യായവും നമ്മെ പഠിപ്പിക്കുന്നത്. ജനം അവരുടെ കഴിഞ്ഞകാല ആത്മീയ അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ തയ്യാറാകുന്നു. അങ്ങനെ അവർ 7 ദിവസം ഇതാ ന്യായപ്രമാണങ്ങൾ എസ്രാ ശാസ്ത്രി മുഖാന്തരം വായിച്ചു കേൾക്കുകയും അവർ ആത്മീയമായി ദൈവസനയിൽ സമർപ്പിക്കുകയും തങ്ങളുടെ കുറവുകൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. അങ്ങനെ 7 ദിവസം അവർ ചെയ്തിട്ട് 8-ാം ദിവസം കുളിച്ച് ശുദ്ധിയായി ദൈവസന്നിധിയിൽ അവർ കടന്നു വന്ന് അവരുടെ കുറവുകളെ അവർ സമർപ്പിക്കുന്നു. അബ്രഹാമിനെ ഊരിൽ നിന്നും ദൈവം വിളിച്ചത് മുതൽ ആ നാൾ വരെയുള്ള അവരുടെ ജീവിത ചരിത്രം ഹ്രസ്വമായി പറയുകയാണ്. അവരെ ദൈവം പല പ്രതികൂലങ്ങൾ കൂടെ കടത്തിവിട്ടി അവരെ അതിൽ നിന്നും അതിജീവിച്ചു. എന്നാൽ അവർ അനുസരണക്കേട് കാണിച്ചു, ദുശാഠ്യമുള്ള ജനമായി മാറി. ദൈവം പിന്നെയും അവരെ പലരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെ അവർ പലവിധത്തിൽ തകർന്നു തരിപ്പണമായി. എന്നാലും സ്വർഗത്തിലെ ദൈവം അവരെ ഉപേക്ഷിച്ചു കളഞ്ഞില്ല, തകർത്ത് കളഞ്ഞില്ല, അവരെ നിശേഷം സംഹരിച്ചില്ല. കാരണം അവിടുന്ന് മഹാകരുണയുള്ള ദൈവമാകുന്നു. ഇന്നത്തെ വാഗ്ദത്ത വചനമായ 31-ാം വാക്യം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ അനുഭവം കൂടെയാണ് എന്ന് ഈ വിശുദ്ധ ദിനം അതിരാവിലെ ഓർക്കണം. ജൂൺ മാസത്തിന്റെ 5ാമത്തെ വിശുദ്ധ ദിനമാണിന്ന്. പ്രിയമുള്ളവരെ, തിരിഞ്ഞു നോക്കിക്കാട്ട്. കഴിഞ്ഞ ഒരു മാസം അല്ല, ഈ വർഷത്തിന്റെ പകുതി മാസം ഇന്നുകൊണ്ട് നാം പിന്നിടുകയാണ്. നമ്മൾ കഴിവതും ഒരു ദിവസം പോലും മുടങ്ങാതെ ജോലിക്ക് പോയി
ഓവർ ടൈമും ചെയ്തവരുണ്ട്. പരീക്ഷ എഴുതി, സ്കൂളിൽ പോയി, ദൈനംദിന കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തു. ചോദിക്കട്ടെ, കഴിഞ്ഞ 6 മാസം ആരാധനയിൽ എങ്ങനെയാണ് പങ്കുകൊണ്ടത്? വേദപുസ്തക വായനയിൽ, കുടുംബ പ്രാർത്ഥനയിൽ, വ്യക്തിപരമായ ദൈവവചന പഠനത്തിൽ, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ സ്വന്തം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് കുറ്റബോധമില്ലാതെ ഈ വിശുദ്ധ ദിനം രാവിലെ നമ്മൾ എത്ര പേർക്ക് ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ പറയാൻ കഴിയും, കഴിഞ്ഞ 6 മാസക്കാലം എനിക്ക് ആരാധനയ്ക്ക് കൂടുവാൻ, വചനം വായിക്കുവാൻ, പഠിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഇടയായി. ദൈവം തന്ന അവസരം ഞാനത് ഉപയോഗിച്ചു, ദൈവത്തിന് സ്തോത്രം എന്ന് പറയുവാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും? ഒപ്പം ഇന്നത്തെ വാഗ്ദത്ത വചനം കൂടെ ഓർക്കണം. നമ്മൾ ആരാധനയ്ക്ക് പോകാതിരുന്നപ്പോൾ, ആരാധിക്കാതിരുന്നപ്പോൾ, വചനം വായിക്കാതെ ഇരുന്നപ്പോൾ, ദുശാഠ്യത്തോടെ ഇരുന്നപ്പോൾ, അനുസരണക്കേട് കാണിച്ചപ്പോൾ, പിന്മാറ്റത്തിൽ പോയപ്പോൾ നമ്മെ തകർത്ത് കളഞ്ഞില്ല, നമ്മെ നശിപ്പിച്ചില്ല. നമ്മെ കരുതി, നമുക്ക് വേണ്ട മഴ നൽകി, വെയിൽ നൽകി, ഭക്ഷണം നൽകി, ജോലി നൽകി, ശമ്പളം നൽകി, ആരോഗ്യം നൽകി, വാഹനം നൽകി, മക്കളെ നൽകി, ഭവനം നൽകി. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ 6 മാസം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും ഒരു അക്കാഡമിക് ഇയറിന്റെ നല്ല നാഴികക്കല്ല് പിന്നിട്ടു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പക്ഷേ നന്ദിയില്ലാതെ ജീവിച്ചിട്ടില്ലേ? സ്തോത്രമില്ലാതെ ജീവിച്ചിട്ടില്ലേ? ജോലി ചെയ്തു, ശമ്പളം വാങ്ങി, സ്തോത്ര കാഴ്ച പോലും 10 രൂപ ദൈവാലയത്തിലിടാതെ, ഒരു പാവപ്പെട്ട ദൈവപൈതലിനെ സഹായിക്കാതെ, ദശാംശം പോലും കൊടുക്കാതെ എന്തിനാ സഹോദരങ്ങളെ ഇങ്ങനെ കൂട്ടിവെക്കുന്നത്? അവസാനം ഇതെല്ലാം കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ദാക്ഷിണ്യവുമില്ലാതെ കൊടുക്കുവാനല്ലേ? ചികിത്സിക്കണ്ട എന്നല്ല പറഞ്ഞത്. ചികിത്സിക്കേണ്ടി വരുന്നതും ആരാധനയ്ക്ക് പോകാഞ്ഞിട്ടല്ല എന്നുമല്ല പറഞ്ഞത്. പക്ഷേ നാം ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കണം. ഈ വിശുദ്ധ ദിനം പ്രഭാതത്തിൽ എന്നെ ഒരു വിധത്തിലും തെറ്റിദ്ധരിക്കണ്ട. നിങ്ങളുടെ പണം മാത്രമല്ല ദൈവത്തിന് വേണ്ടത്. നിങ്ങളുടെ ഭവനം ദൈവത്തിന് വേണം, നിങ്ങളുടെ വാഹനം ദൈവത്തിന് വേണം, നിങ്ങളുടെ ആരോഗ്യം ദൈവത്തിന് വേണം, നിങ്ങളുടെ മക്കളെ ദൈവത്തിന് വേണം, നിങ്ങളെ ദൈവത്തിന് വേണം. നിങ്ങളുടെ താലന്തുകൾ, കഴിവുകൾ എല്ലാം എല്ലാം അതിലുപരിയായി സമയമില്ല എന്നുള്ള സ്ഥിരം പല്ലവി മാറ്റി നിങ്ങളുടെ സമയം ദൈവത്തിന് കൊടുക്കണം. കാരണം ഞാൻ നിങ്ങളും ദുശാഠ്യം കാണിച്ചപ്പോൾ, പിന്മാറിപ്പോയപ്പോൾ, പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ, ഉപവസിക്കാതിരുന്നപ്പോൾ, നമ്മുടെ സമയത്തിന്റെ, കഴിവിന്റെ, പണത്തിന്റെ ഒന്നും ദശാംശം കൊടുക്കാതിരുന്നപ്പോഴും ദൈവം ഒന്നും നമുക്ക് പിശുക്കിയല്ല തന്നത്. എല്ലാം ദൈവം തന്നു, ഒന്നും ദൈവം കുറച്ചില്ല. നന്ദിയോടും സ്തോത്രത്തോടും ഈ വിശുദ്ധ ദിനം രാവിലെ ഇന്നത്തെ വാഗ്ദത്ത വചനം ഏറ്റുപറയണം. കർത്താവേ, അവിടുന്ന് മഹാദയുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് 2024 6 മാസത്തിന്റെ അവസാനത്തെ ദിനം കാണുവാനുള്ള ഭാഗ്യം തമ്പുരാൻ അവിടുന്ന് എനിക്ക് തന്നത്. അതെ, ഈ വർഷത്തിന്റെ ഹാഫ് ഇയർ, 6 മാസം, അരവർഷം തമ്പുരാൻ പരിപാലിച്ചു. എല്ലാറ്റിനായും നന്ദി പറയാം. നമ്മെ താഴാതെ വീഴാതെ, പ്രതികൂലങ്ങൾ പെട്ട് തകർന്നു പോകാതെ മഹാദയുള്ള ദൈവം കരങ്ങളിൽ താങ്ങി. ഈ വിശുദ്ധ ദിനം രാവിലെ സ്തോത്രത്തോടെ ദൈവസ്ഥലേക്ക് അടുത്തു വരാം. ഏതെങ്കിലും വിഷയത്താൽ മനംനൊന്ത് ഭാരപ്പെട്ട് സങ്കടത്തിലായിരിക്കുന്ന മാതാപിതാക്കളോ സഹോദരീ സഹോദരങ്ങളോ എന്റെ കുഞ്ഞനുജന്മാരോ അനുജത്തിമാരോ ഈ ദൈവവചനം കേൾക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ
സ്വർഗത്തിലെ ദൈവം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. തന്റെ അളവില്ലാത്ത കൃപയാൽ നിങ്ങളെ മാനിച്ച് നിങ്ങളുടെ പ്രതികൂലങ്ങളെ അനുകൂലമാക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം ജയം തരട്ടെ. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിനമായി ഈ ദിനം സർവശക്തനായ ദൈവം നിങ്ങളെ മാനിച്ച് അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ. ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സേവിപ്പാൻ, സാക്ഷിപ്പാൻ, ആരാധിപ്പാൻ നാമധേയ ക്രിസ്ത്യാനികളായിട്ടല്ല, കർത്താവിനെ ഉള്ളാലെ തൊട്ടറിഞ്ഞ, അനുഭവിച്ചറിഞ്ഞ, രുചിച്ചറിഞ്ഞ ഒരു യഥാർത്ഥ ദൈവ പൈതലായി കർത്താവിനെ സേവിപ്പാൻ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനേക സന്ദർഭങ്ങളിൽ പിശാച് ഞങ്ങളെ പാറ്റിക്കളയുവാൻ നോക്കിയപ്പോൾ ഞങ്ങളെ തകർത്ത് കളയാതെ, പിച്ച് ചീന്തിക്കളയാതെ അവിടുത്തെ വലിയ കരുണാ സ്നേഹം ഈ മാസത്തിന്റെ അവസാനത്തെ ദിനം കാണുവാൻ ആരോഗ്യത്തോടെ ഞങ്ങളെ നിർത്തിയതിനായി സ്തോത്രം. ഇന്ന് അങ്ങേ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്നും അകന്ന് പിന്മാറി പോയപ്പോഴും അവരെ ചേർത്ത് പിടിച്ച് അവരെ കരുതിയ ദൈവം കഴിഞ്ഞ 6 മാസക്കാലം ഞങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് മുതൽ ഈ നിമിഷം വരെയും ഞങ്ങളെ ചേർത്ത് പിടിച്ച് കരുതിയതിനായി സ്തോത്രം. അങ്ങേക്ക് വേണ്ടി ജീവിപ്പാനും വചനം കേട്ട് അനുസരിക്കുന്ന മക്കളായി ഞങ്ങളെ ആക്കുന്ന ഇടങ്ങളിൽ വർത്തിപ്പാനും ഞങ്ങളെ ഒരുക്കണം. ഇന്ന് ദൈവവചനം കേൾക്കുന്ന എല്ലാ ദിന മക്കളെയും അനുഗ്രഹിക്കണം. ലോകമെമ്പാടും നടക്കുന്ന എല്ലാ ആരാധനകൾക്കായും സ്തോത്രം. അങ്ങേ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശുക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമ്മുടെ ദൈവം മഹാകരുണയുള്ള ദൈവമാകയാൽ ഈ ദിനം കൂടെ കാണുവാനുള്ള ഭാഗ്യം തമ്പുരാൻ നമുക്ക് നൽകി. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിനം സന്തോഷത്തിന്റെയും നന്മയുടെയും ആരാധനയുടെയും ദൈവകൃപയുടെയും ദിനമായി ആയിരിക്കുന്ന ഇടങ്ങളിൽ പരിപാലിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.